ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സുകന്യാസ് ടേസ്റ്റ് മെയ്ഡ്. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് ഡിഷിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ക്യാരറ്റ് ഹൽവ വിത്ത് ഫിർണി. ക്യാരറ്റ് ഹൽവ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്, അതുപോലെ ഫിർണി നമുക്ക് തന്നെ ഉണ്ടാക്കി കഴിക്കാം. പക്ഷേ ഇത് രണ്ടും കൂടിയിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗ്രേറ്റഡ് ക്യാരറ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അതുപോലെ 2 കപ്പ് പാലും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇടാൻ കുറച്ച് നട്ട്സ് വേണം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ബദാമും കാഷ്നട്ടും പിസ്തയും കൂടി എടുത്തു വെച്ചിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയത്. ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിച്ചതും നെയ്യും പഞ്ചസാരയും കൂടി വേണം. അപ്പോൾ നമുക്ക് ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്കൊരു ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് മെൽറ്റായി വരുമ്പോൾ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറു തീയിൽ വെച്ച് ഒരു 10 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ നല്ലോണം കംപ്ലീറ്റ് വെറ്റി നല്ല ഫ്രൈ ആയിട്ട് തന്നെ നമുക്ക് ക്യാരറ്റ് കിട്ടും. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റിലത്തെ വെള്ളമൊക്കെ ഏകദേശം വെറ്റി. അപ്പോൾ ഒരു 10 മിനിറ്റ് എടുത്തു ഇതൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ പാൽ മുഴുവൻ വെറ്റിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ ഏകദേശം വെറ്റി തുടങ്ങിയിട്ടുണ്ട്. ഒരു 5 to 6 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ പാലൊക്കെ നല്ലപോലെ വെറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര മെൽറ്റായി വരുമ്പോൾ ഇത് വീണ്ടും ലൂസ് കൺസിസ്റ്റൻസി ആവും, ഇതുപോലെ. അപ്പോൾ നമുക്കിത് വീണ്ടും ഒരു തിക്ക് കൺസിസ്റ്റൻസി ആവുന്ന വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് വീണ്ടും ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പാനിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് മതി. ഇനി അവസാനമായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നട്ട്സും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഒരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള ക്യാരറ്റ് ഹൽവ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഫിർണിയാണ് ഉണ്ടാക്കാനുള്ളത്. അപ്പോൾ നമുക്കിനി ഫിർണി ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് ഫിർണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി റൈസാണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസ് വെള്ളത്തിൽ ഒരു അരമണിക്കൂർ ഇട്ട് കുതിർത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതൊന്ന് ഞാൻ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇപ്പം ഞാൻ അത് പൊടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലപോലെ നൈസായിട്ട് പൊടിക്കൊന്നും വേണ്ട, കുറച്ച് തരികളായിട്ട് തന്നെ വേണം ഇത് പൊടിക്കാൻ. അപ്പോൾ ഇനി നമുക്ക് ഉണ്ടാക്കുന്നതിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്കൊരു പാനിലേക്ക് ഒരു 2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതായത് 2 ടേബിൾ സ്പൂൺ ബസ്മതി റൈസിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ 2 കപ്പ് പാല് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒന്ന് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ പാല് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന ബസ്മതി റൈസ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടയൊക്കെ പിടിക്കും. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മുടെ റൈസ് നല്ലപോലെ വെന്ത് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാൻ പറയുന്നത്. നമ്മുടെ റൈസ് പെട്ടെന്ന് തന്നെ വെന്തോളും, അധികം ടൈമൊന്നും എടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുമല്ല, നമ്മൾ പൊടിച്ചിട്ടും കൂടിയാണ് ഇത് ചേർത്തിരിക്കുന്നത്. അപ്പോൾ റൈസ് വേവാനായിട്ട് അധികം സമയമൊന്നും എടുക്കില്ല. ഇപ്പോൾ റൈസൊക്കെ നല്ലപോലെ വെന്തുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു കുറുക്ക് പരുവമാവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞു. ഒരു കുറുക്ക് രൂപമായി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഏലക്കയുടെ പൊടിയും കൂടിയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് അത്യാവശ്യം കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മതി. ഈ കൺസിസ്റ്റൻസി ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോൾ ഒന്നും കൂടി തിക്കായിട്ട് വരും. ഇനി നമുക്കിത് കാരറ്റ് ഹൽവയുടെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈക്വലായിട്ട് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇനി അവസാനമായിട്ട് അതിൻ്റെ മുകളിലേക്ക് ഗാർണിഷിങ്ങിന് വേണ്ടി കുറച്ച് നട്ട്സും കൂടി ഞെട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെച്ച് ഇത് സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞു. ഇതിപ്പോൾ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. ഇനി അതൊന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കാരറ്റ് ഹൽവ വിത്ത് ഫിർണി സൂപ്പർ കോമ്പിനേഷനാണ്. അപ്പോൾ ഒരിക്കലെങ്കിലും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്.